ഡ്രഗ് ഇൻട്രാക്ഷൻ. ഈ ടോപ്പിക്കിൻ്റെ നോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മെഡിക്കൽ ഫാർമക്കോളജി എന്ന് പറയുന്ന പത്മജ ഉദയകുമാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് നോക്കാം. ഡ്രഗ് ഇൻട്രാക്ഷൻ ഇസ് ദ ഓൾട്രേഷൻ ഇൻ ദ ഡ്യൂറേഷൻ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് വൺ ഡ്രഗ് ബൈ അനദർ ഡ്രഗ്. അതായത് ഒരു ഡ്രഗും വേറൊരു ഡ്രഗും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുമ്പം അതിൽ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ എഫിക്കസി അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ ഓൾട്ടർ ചെയ്യുന്നു. അതാണ് ഡ്രഗ് ഇൻട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When two or more drugs are given concurrently, the response may be greater or lesser than the sum of their individual effects. ഓരോ ഡ്രഗ് നമ്മൾ ഓരോരുത്തരെയായിട്ട് കഴിക്കുമ്പം നമുക്ക് കിട്ടുന്ന എഫക്റ്റിനേക്കാളും കുറച്ചും കൂടിയ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞൊരു എഫക്റ്റ് ആയിരിക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം. അങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ ഗ്രേറ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ലെസ്സർ എഫക്റ്റ് എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ, അതർവൈസ് ഇറ്റ് ഈസ് ഹാംഫുൾ. ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗാണ് ഹൈഡ്രാലസിനും പ്രൊപ്രനലോളും. ഇത് രണ്ടും കൂടെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. ഇനി അതല്ല, ചില ഡ്രഗിനെ നമ്മൾ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഒരു ടോക്സിക് എഫക്റ്റ് ആയിരിക്കും ചില സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടോക്സിസിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ രണ്ട് ഡ്രഗും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം അവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് സൈറ്റുകളാണ്. സൈറ്റ് മീൻസ് എങ്ങനെയൊക്കെ ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാകാം എന്നാണ്. ഒന്നുകിൽ ഇൻവിട്രോ ആയിട്ട് നമ്മുടെ ബോഡിക്ക് പുറത്ത് ഉണ്ടാകാം, അല്ല ഇൻ വിവോ ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഉള്ളിലുണ്ടാകാം. അങ്ങനെ ബോഡിയുടെ പുറത്തു വെച്ച് ഉണ്ടാകുന്നതിനെ ഇൻവിട്രോ എന്ന് പറയും. ഇൻവിട്രോ ആയിട്ട് നടക്കുന്നതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, നമ്മൾ ഒരു ഡ്രഗ് എടുത്ത സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേറൊരു ഡ്രഗ് എടുക്കുന്നു. അപ്പോൾ സിറിഞ്ചിൻ്റെ അകത്ത് വെച്ച് തന്നെ രണ്ട് കമ്പോണൻറ്റും കൂടെ മിക്സായിട്ട് അവിടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാം. അത് ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇൻട്രാക്ഷൻ അവിടെ ഫോം ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പെനിസിലിൻ ആൻഡ് ജെൻഡാമൈസിൻ. ഇവർ രണ്ടുപേരെയും നമുക്കൊരിക്കലും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പെനിസിലിൻ എടുത്ത സിറിഞ്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ജെൻഡാമൈസിന് എടുത്തു കഴിഞ്ഞാൽ അതൊരു ടോക്സിക് എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാകും. ഇനി അതല്ല ഇൻവിവോ ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ നമ്മൾ ഒരു ഡ്രഗ് കഴിച്ചു, വേറൊരു ഡ്രഗ് അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചു. അപ്പം നമ്മുടെ ബോഡിക്ക് അകത്ത് ചെന്നിട്ട് അവരൊരു ഇൻട്രാക്ഷൻ നടത്തും. ദാറ്റ് ഈസ് ഇൻവിവോ. ഫാർമക്കോളജിക്കലി ഈ ഡ്രഗ് ഇൻട്രാക്ഷന് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്നാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതിപ്പം ഫാർമക്കോ കൈനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും വരാം, ഫാർമക്കോ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളും വരാം. രണ്ട് കേസിലും എന്തുണ്ട്, ഇൻട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമക്കോ കൈനറ്റിക് ആയിട്ടുള്ള കുറേ എഫക്ട്സ് നമ്മളെ ബോഡിയിലുണ്ട്, അതുപോലെ ഡൈനാമിക് ആയിട്ടുമുണ്ട്. അപ്പം രണ്ടിലും ഇൻട്രാക്ഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഫാർമക്കോ കൈനറ്റിക് മെക്കാനിസംസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിൻ്റെ ഡ്യൂറേഷൻ മാറ്റുന്നു, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് മാറ്റുന്നു. അതാണല്ലോ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? അവരുടെ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ പോലുള്ള ഫാർമക്കോ കൈനറ്റിക് മെക്കാനിസംസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പം എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങളെന്നാണ് നോക്കുന്നത്. അതിൽ നമുക്കിവിടെ നോക്കാനുള്ളത് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ, ഇത്രയാണുള്ളത്. അതിൽ അബ്സോർപ്ഷനിൽ ഡ്രഗ് എന്താണ് എഫക്റ്റ് തരുന്നത് എന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ബൈൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഡ്രഗും അതുപോലെ അൻറ്റാസിഡ്സും കൂടെ നമ്മൾ ഒരുമിച്ച് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അബ്സോർപ്ഷന് റിഡക്ഷൻ സംഭവിക്കും. ഈ ടെട്രാസൈക്ലിൻ ചീലേറ്റ് അയോൺ ആണ്. അപ്പം അതെന്ത് ചെയ്യും? അൻറ്റാസിഡ്സിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് കോളസ്റ്റൈറമൈൻ എന്ന് പറയുന്നത്, ഒരു ബൈൽ ആസിഡാണ്. അവരും റെസിൻസുമായിട്ട് ബൈൻഡ് ചെയ്യാറുണ്ട്. ഈ റെസിൻസ് ഇവരുമായിട്ട് മാത്രമല്ല വേറെ ഡ്രഗുമായിട്ടും ബൈൻഡ് ചെയ്യാറുണ്ട്. ഇത് രണ്ടുമാണ് ബൈൻഡിങ്
എന്ന് പറയുന്നതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഓൾട്ടറിങ് ഗ്യാസ്ട്രിക് പി എച്ച്. അൻറ്റാസിഡ്സ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും എന്തു പറ്റും? ഗ്യാസ്ട്രിക് പി എച്ച് കുറയും. അപ്പോഴാണ് നമ്മൾ പറയുന്ന അയൺ അതുപോലെ ആൻറ്റി കൊയാഗുലൻസ് ഒക്കെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അബ്സോർപ്ഷനും അതിൻ്റെ കൂട്ടത്തിൽ കുറയും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. പിന്നെ ഉള്ളത് ഓൾട്ടറിങ് ജി ഐ മോട്ടിലിറ്റി. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അട്രോപ്പിൻ ആൻഡ് മോർഫിൻ ഇവർ രണ്ടുപേരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് എംറ്റിയിങ് പതുക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷന് ഡിലേ വരും. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് പർഗേറ്റീവ് റെഡ്യൂസ് അബ്സോർപ്ഷൻ ഓഫ് റൈബോഫ്ലേവിൻ. അതാണ് ഒരു എക്സാമ്പിൾ. ഇതാണ് അബ്സോർപ്ഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് കോമ്പറ്റീഷൻ ഫോർ പ്ലാസ്മ പ്രോട്ടീൻ ഓർ ടിഷ്യൂ ബൈൻഡിങ് റിസൾട്ട്സ് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻട്രാക്ഷൻ. അതായത് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് നടക്കുന്നത്. രണ്ട് ഡ്രഗ് നമ്മൾ കഴിക്കുമ്പം ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിനെ മാറ്റി നിർത്തും. അതായത് ഇപ്പോൾ അവർക്ക് പ്രോട്ടീൻ ബൈൻഡിങ് ചെയ്യണം, പക്ഷേ നല്ല ആൾ, ഏറ്റവും കൂടുതൽ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾ മറ്റേ ആളിനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നം. അതായത് ഇപ്പം കയ്യൂക്കുള്ളവൻ കയറി ഇരിക്കും എന്ന് പറയുന്നത് പോലെ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്ങിൽ ആർക്കാണോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പ്ലാസ്മ പ്രോട്ടീൻസുമായിട്ടുള്ളത് അവർ പെട്ടെന്ന് പോയങ്ങ് ബൈൻഡ് ചെയ്തിരിക്കും. അത് ഡ്രഗ് ഇൻട്രാക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അത് ഡിസ്ട്രിബ്യൂഷനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെറ്റബോളിസം. അതായത് ചില ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ മൈക്രോസോമൽ എൻസൈംസിന്, ലിവറിലുള്ള മൈക്രോസോമൽ എൻസൈംസിന് ഒന്നുകിൽ കൂട്ടാൻ, ഇൻഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാൻ, ഇൻഹിബിറ്റ് ചെയ്യാനോ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. അതും ഒരു ഡ്രഗ് ഇൻട്രാക്ഷനിൽ വരുന്നതാണ്. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഫെനിറ്റോയിൻ, ഫിനോബാർബിറ്റോൺ, കാർബമസെപ്പിൻ, റിഫാംപിസിൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ്. ഇവർ ഇൻഡ്യൂസേഴ്സ് ആണെങ്കിൽ ക്ലോറംഫെനിക്കോൾ, സിമിറ്റിഡിൻ പോലുള്ള ഡ്രഗ്സ് ഇൻഹിബിറ്റേഴ്സാണ്. നെക്സ്റ്റ് എക്സ്ക്രീഷനിലെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡ്രഗ് കഴിച്ച് ആ രണ്ട് ഡ്രഗും ഒരേപോലെയാണ് റീനൽ ട്യൂബുലാർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സെയിം ആയിട്ടാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ കൂടിപ്പോവും. അതിന് എക്സാമ്പിളാണ് ഈ പെനിസിലിനും പ്രോബെൻസിഡും. ഈ പെനിസിലിനും പ്രോബെൻസിഡും സെയിം പാത്വേ വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരിലും ഒരെണ്ണത്തിന് എന്തു കൂടും? ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും. ഒരെണ്ണം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തത് എക്സ്ക്രീറ്റ് ആവുകയുള്ളൂ. അപ്പം അതിനനുസരിച്ച് എക്സ്ക്രീറ്റ് ആവാൻ ലേറ്റ് ആവുന്നവരുടെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് ഫാർമക്കോ കൈനറ്റിക് മെക്കാനിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാർമക്കോ ഡൈനാമിക് മെക്കാനിസംസ് ആണ്. ഡൈനാമിക്സിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗ്സ് കഴിക്കുമ്പോഴത്തേക്കും അവിടെ അഡിറ്റീവ് എഫക്റ്റ്, സൈനാർജിക് എഫക്റ്റ്, ആൻറ്റഗോണിസ്റ്റിക് എഫക്റ്റ് പോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന കേസസും ഉണ്ട്, ഹാംഫുൾ ആകുന്ന കേസസും ഉണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് അട്രോപ്പിൻ ഒപ്പോസസ് ദ എഫക്റ്റ് ഓഫ് ഫൈസോസ്റ്റിഗ്മിൻ. അട്രോപ്പിനും ഫൈസോസ്റ്റിഗ്മിനും കൂടെ വരുന്ന ഇൻട്രാക്ഷൻ്റെ അകത്ത് അട്രോപ്പിന് ഫൈസോസ്റ്റിഗ്മിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നലോക്സോൺ ആൻറ്റഗണൈസസ് മോർഫിൻ. നലോക്സോൺ മോർഫിന് ആൻറ്റഗണൈസ് ചെയ്യുന്നത് ഈ ഒരു ഇൻട്രാക്ഷൻ്റെ ബേസിസിലാണ്. പിന്നെ മെനി ഡയൂററ്റിക് പ്രൊഡ്യൂസ് ഹൈപ്പോകലീമിയൻഷിയേറ്റ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്, ബാക്കി ഈ ടെക്സ്റ്റ് കോപ്പിയിൽ ഉണ്ട്, അത് നോക്കി വായിക്കാം. ഇനി ഈ ഡ്രഗും മാത്രമാണോ ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നത്? അല്ല. നമ്മൾ ഫുഡ് കഴിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഡ്രഗ് കഴിക്കും. അപ്പോൾ ഫുഡും ഡ്രഗും തമ്മിലും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മൾ സൈമിൾട്ടേനിയസ്ലി ഫുഡും ഡ്രഗും കൂടെ ഒരുമിച്ച് കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പം ചില ഇൻട്രാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഡ്രഗ്സ്, നമ്മളെ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചില ഡ്രഗ്സ്, അതായത് റിഫാംപിസിൻ, റോക്സിത്രോമൈസിൻ പോലുള്ള ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കണം എന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം കഴിക്കാൻ. അതുപോലെ തന്നെ ചില സ്പെസിഫിക് ഫുഡ് ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചില ഡ്രഗ് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അതിന് എക്സാമ്പിൾസാണ്
അതായത് നമ്മൾ മിൽക്ക് കഴിക്കുമല്ലോ, ഈ മിൽക്കിൻ്റെ കൂട്ടത്തിൽ ചില ഡ്രഗ്സ് ലൈക്ക് ടെട്രാസൈക്ലിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു ഇൻട്രാക്ഷനാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ അകത്തുള്ള എൻസൈം എന്ന് പറയുന്നത് ഫെനിറ്റോയിൻ്റെ ലെവലിനെ കൂട്ടുന്ന ആൾക്കാരാണ്. അതായത് ഈ ഗ്രേപ്പ് ഫ്രൂട്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ കുറച്ചിട്ട് അല്ലെങ്കിൽ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഫെനിറ്റോയിൻ്റെ ലെവൽ കൂട്ടുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഇൻറ്ററാക്ഷൻ്റെ അകത്ത് ഫുഡ് ഇൻട്രാക്ഷനിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. ഇതിൽ തന്നെ വേറെ കുറച്ച് പോയിൻറ്റ്സും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ടോപ്പിക്ക് ചെറുതാണെന്ന് കരുതി സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്സിനും 2 മാർക്സിനും മിക്കപ്പോഴും 5 മാർക്സിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡ്രഗ് ഇൻട്രാക്ഷൻ പറഞ്ഞത്. ഈ നോട്ട്സ് കൂടെ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പോയിൻറ്റ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.